അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ നമ്മുടെ പെരുവ വീട്ടിൽ നമ്മളിന്ന് കൂടിയേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിക്കനെ അങ്ങോട്ട് ഒന്നല്ല 2 ചിക്കനുണ്ട്, അവനെ നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്ത് കറക്റ്റാണോ, മുളക് കൂടിയൊക്കെ ഇരിക്കണ ചുണ്ടത്ത്. അപ്പോൾ അത് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവനെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം രാത്രിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണത്. ഓക്കെ, അങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ ആ പരിസരത്തേക്കൊന്ന് കറങ്ങാൻ വേണ്ടി പോയി. കറങ്ങാൻ പോകുക എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഓർക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അമ്മ വീടിൻ്റെ തൊട്ടടുത്തുള്ള തുരുത്ത്. ഞങ്ങൾ എപ്പോഴും അവിടെ പോകാറുണ്ട്. എപ്പോൾ അമ്മ വീട്ടിൽ അവധിക്കാലത്ത് പോയാലും തുരുത്ത് പോവാതെ ഒരു സമയമേ ഇല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. പാടവും പാടത്തിൻ്റെ നടുവിലായിട്ട് കുളം, കൊക്കുകൾ, അതുപോലെ തന്നെ പശുക്കൾ, അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എപ്പോൾ വന്നാലും ഞങ്ങളിവിടെ പോകാറുണ്ട്. ഈ ആമ്പൽക്കുളത്തിൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ മൈനിങ് ഒക്കെ ചെയ്ത് പാടത്തിൻ്റെ പല ഭാഗങ്ങളും പോയിട്ടോ. എങ്കിലും നമ്മുടെ പാടമൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. അങ്ങനെ കുറേ നേരം എൻ്റെ കുഞ്ഞിനെ ഞാൻ വീട്ടിലാക്കിയിട്ട് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വന്നു. പാടത്തിൻ്റെ വരമ്പിൽ കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. അങ്ങനെ ഞങ്ങളൊരു 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോയി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ ഫുൾ തന്തൂരി ചിക്കനിലെ പടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, പ്ലീസ്. ചിക്കന് വേണ്ടിയിട്ടുള്ള കനലെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ പണി. ഇവിടെ എല്ലാം ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്തൂരി മസാലയാണ് യൂസ് ചെയ്തത് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അനിയന്മാരും പിന്നെ സിയാൻകുട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഒരു അടിപൊളിയാക്കി അത് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഒരു ഉല്ലാസരാവായിരുന്നു ആ സമയം. പാട്ടൊക്കെ സെറ്റ് ചെയ്ത് സ്പീക്കറെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം ഒട്ടും ക്ഷീണം ഉണ്ടായില്ല. നമുക്കതെല്ലാം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് UK അങ്ങോട്ട് വന്നതുകൊണ്ട് സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തീയുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വേർത്തൊഴുകുമായിരുന്നു. പക്ഷെ എങ്കിലും ഒരു എന്താ പറയുക, വളരെ റെയറായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണല്ലോ ഇതെല്ലാം. എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളത് റിയലി എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ചിക്കനെല്ലാം ഇവിടെ സെറ്റാക്കി മസാലയെല്ലാം പുരട്ടി ഇങ്ങനെ കനലിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വർത്താനം എല്ലാം കുറച്ച് നേരം കൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും കാര്യത്തിനൊക്കെ പോയി. എന്തായാലും ഫൈനലി സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് എല്ലാവരും മത്സരിച്ചായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടായുള്ളൊരു വീഡിയോ ആണ്. ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇടണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. UK തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് നിറയും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.